എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മളുടെ അരുമനാഥനായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് അവസാനത്തുള്ള തിരുരക്തം വരെ നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി നൽകി. അതിനുശേഷം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് പിന്നെ 40 ദിവസം ശിഷ്യന്മാർക്ക് പല വിധത്തിൽ പ്രത്യക്ഷനായി താൻ ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരുന്നു എന്നുള്ളത് ബൈബിളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 30 വയസ്സ് തൊട്ട് 33.5 വയസ്സ് അല്ലേ, ഈ ഭൂമിയിലെ ജീവകാലത്തിൻ്റെ 30 വയസ്സ് തൊട്ട് 33.5 വയസ്സ് വരെ, അതായത് 3.5 വർഷക്കാലം യേശു ക്രിസ്തു എന്താണ്, തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഈ ലോകത്തിലല്ല, നമ്മളുടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് എന്താണ് സുവിശേഷീകരണവുമായിട്ട് ഇറങ്ങിയല്ലേ. താൻ എന്തിനാണ് വന്നതെന്നും തൻ്റെ ലക്ഷ്യം എന്താണെന്നും താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും ജനത്തിനവിടെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള ആ ഒരു സുവിശേഷങ്ങളിലൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു സ്വഭാവം, ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈ 12 ശിഷ്യന്മാരിൽ 11 പേരും യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിന്നവരാണ്. എന്നാൽ ഒരാൾ മാത്രം തലതിരിഞ്ഞൊരു പുള്ളിയായിരുന്നു അല്ലേ, യൂദാസ്കറിയാത്ത. അപ്പോൾ ഈ പുള്ളി എന്താണ്, ഈ പുള്ളി യേശുക്രിസ്തുവിൻ്റെ കൂടത്തിൽ കൂടി 3.5 വർഷം ബാക്കി ശിഷ്യന്മാരെ പോലെ തന്നെ കൂടെ നടന്നു. അതിനകത്തൊരു പ്രമുഖ സ്ഥാനം പുള്ളി നേടിയെടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പണസഞ്ചി ആരുടെ കയ്യിലായിരുന്നു, ഈ യൂദായുടെ കയ്യിലായിരുന്നു. പുള്ളി അതൊക്കെ തന്ത്രത്തിൽ കൈവശപ്പെടുത്തിയെന്ന് നമ്മൾക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഈ പുള്ളിക്ക് തുടക്കം തൊട്ടേ എന്താണ്, ഈ പുള്ളി ഒരു തലതിരിഞ്ഞ സ്വഭാവക്കാരനാണ് എന്ന് നമ്മൾക്ക് എന്താ പറയുക, പിന്നീട് നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും നാൾ 3.5 വർഷക്കാലം തൻ്റെ കൂടത്തിൽ നടന്നിട്ടും യേശു ഈ മനുഷ്യനെ, അതായത് ഈ യൂദാസ്കറിയാത്തനെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് നമ്മൾ ഒരു നിമിഷം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ യേശു ക്രിസ്തു തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എന്തിനാണ് ആ പുള്ളിയെ അനുവദിച്ചത്? ഈ പുള്ളിയുടെ കയ്യിൽ പണസഞ്ചി കൊടുത്തപ്പോഴും അവൻ അതിനകത്ത് കൈയിട്ട് വാരുമെന്നും ദൈവത്തിനറിയാം. അതുകൂടാതെ എന്താണ്, തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതും ഇവനാണെന്നറിയാം. തന്നെ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ പ്രതിഫലമായി 30 വെള്ളിക്കാശ് ഇവൻ വാങ്ങുമെന്നും അറിയാം. ആ 30 വെള്ളിക്കാശ് കൊണ്ട് ഇവൻ പോയിട്ട് എന്താ പറയുക, രക്തനിലം എന്ന് വിളിക്കപ്പെടുന്നൊരു സ്ഥലം വാങ്ങുമെന്നും ആർക്കറിയാം? ദൈവത്തിന് നന്നായിട്ടറിയാം. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇവനെ അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പർപ്പസ് അല്ലേ, എന്തിനായിരുന്നു വന്നത്? ഈ ലോകത്തെ, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നതല്ലേ. അപ്പോൾ ആ ഒരു രക്ഷയുടെ പൂർത്തീകരണം നടക്കണമെങ്കിൽ എന്ത് വേണം? ഇവനും കൂടത്തിലുണ്ടാകണം. ഇവൻ കൂടത്തിലുണ്ടെങ്കിൽ ആ പ്രോസസ്സിലോട്ട് ദൈവത്തിന് കടന്നു പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവൻ ഒറ്റിക്കൊടുക്കണം. ഇവൻ ഒറ്റിക്കൊടുത്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, 3.5 വർഷക്കാലം കുനിഷ്ഠ ബുദ്ധിയുമായിട്ട് ആരുടെ കൂടത്തിൽ നടന്നു? യേശു ക്രിസ്തുവിൻ്റെ കൂടത്തിൽ നടന്നു അല്ലേ. പക്ഷേ യേശു ക്രിസ്തു അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ഇവനെ ഒന്ന് കുത്തി പറയുകയോ ഇവനെ ഒന്ന് വേദനിപ്പിക്കുകയോ ഇവനെ ഒന്ന് ശാസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവൻ പണ്ടേ അത് നിർത്തിയിട്ട് പുള്ളി പോകുമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെയൊന്നും ചെയ്തില്ല. ബാക്കി 11 കരുതിയതുപോലെ തന്നെ ആരെയും കരുതി, നമ്മുടെ യൂദാനെയും കരുതി. എന്നാൽ നമ്മൾക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലോട്ടൊക്കെ വരുമ്പോൾ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആരാണ്? യോഹന്നാൻ എന്ന് കാണുവാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നു അതൊന്നും ഇവർക്ക് അത്രമാത്രം അങ്ങ് ഹേർട്ടാകുന്ന വിധത്തിലല്ല ദൈവം അതൊക്കെ അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തത്. കാരണം എപ്പോഴും ദൈവത്തിൻ്റെ മാർവോട് ചേർന്ന് ഇരുന്ന ഒരു യോഹന്നാനെ ഇവർ കണ്ടിരുന്നു അല്ലേ. ഇവരാരും ചെയ്യാത്തത് ആര് ചെയ്തിരുന്നു? യോഹന്നാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി എടുത്തു ചാടുന്ന പത്രോസിനെയും ഇവരൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് പത്രോസിനോട് കാണിച്ച കരുതലിലും ഇവർക്ക് എന്തുണ്ടായിട്ടില്ല, ഇവർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം കൂടെ നിന്നത്. പക്ഷേ ആ 11 കൂടെ നിന്നു. 11 യേശുക്രിസ്തുവിനോട് കൂടെ നിന്നു. ഒരുത്തൻ മാത്രം എന്ത് ചെയ്തു? തെറ്റിപ്പോയി എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. പണസഞ്ചി അവൻ്റെ കയ്യിലുണ്ടായിട്ടും അവൻ ആവശ്യത്തിന് അതിനകത്ത് അടിച്ചു മാറ്റിയിട്ടും അവന് വീണ്ടും പണത്തിനോടുള്ള ആർത്തി കടന്നുകൂടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അരുമനാഥനെ, തൻ്റെ ഗുരുവായ അരുമനാഥനെ അവൻ ഒറ്റിക്കൊടുക്കുവാനായിട്ടും ഇടയായി തീർന്നു. അവസാനം ഇവന് മനസ്സിലായി എന്താണ്, കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു പിടഞ്ഞു മരിക്കുന്നതിന് മുൻപേ തന്നെ ഇവൻ എന്ത് മനസ്സിലായി? തൻ്റെ അരുമനാഥനെ ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവനിൽ വരികയും അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തി, അതായത് അവൻ സമ്പാദിച്ച ധനവും അവൻ സമ്പാദിച്ച 30 വെള്ളിക്കാശുമൊന്നും അവന് ഉപകാരമാകാത്ത വിധത്തിൽ അവനവൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഓർക്കുക, ഇന്ന് നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ പണമല്ലേ എല്ലാവരെയും തെറ്റിച്ച് കളയുന്നതല്ലേ. ഈവൻ നമ്മളെപ്പോലും, വിശ്വാസികളെപ്പോലും, ഇനി തലപ്പത്തിരിക്കുന്ന ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ പോലും തെറ്റിച്ച് കളയുന്നത് എവിടെയാണ്? ഈ പണമാണ് അല്ലേ. നമ്മളുടെ നോട്ടം പണത്തിലോട്ടാകുമ്പോൾ, പണസഞ്ചിയിലോട്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ അതിനകത്തോട്ടായി കഴിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്നത്. നമ്മളെ വിളിച്ച വിളി നമ്മൾ മറന്നു പോകുമല്ലേ. നമ്മൾ പിന്നെ എന്തിനാണ് ആ ഒരു പണം
പണം എങ്ങനെയെങ്കിലും കൈക്കലാക്കുക, പിന്നെ അതിലൂടെയുള്ള എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു ത്വരയാണ് പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പലപ്പോഴും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നതിനെ കഴിഞ്ഞും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ധനവാനാകാൻ ആഗ്രഹിക്കുന്നവനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ധനവാൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യുക? നിനക്കുള്ളതൊക്കെ വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു. അല്ല എങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ദൗത്യം, ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ആ മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ സ്വത്ത് കൊണ്ട് വിറ്റിട്ട് വരാൻ പറഞ്ഞു. ഇല്ല എങ്കിൽ നിന്റെ നോട്ടം എങ്ങോട്ടാകും? നിന്റെ നോട്ടം പണത്തിലോട്ടാകും. ആ പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ത്വരയായിരിക്കും നിന്റെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് നീ അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തത്? പുള്ളിക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നത് കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? തൽക്കാലം ഞാൻ അനുഗമിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് സ്ഥലം കാലിയാക്കിയല്ലേ. നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും, സുവിശേഷങ്ങളിൽ അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഓർക്കുക, ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരെ തിരഞ്ഞെടുത്തല്ലേ? 12 പേരെ എടുത്ത മുക്കപ്പന്മാരും ഒക്കെയായിരുന്നു അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത്. അതിന് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണ്? പണത്തിൻ്റെ ആർത്തി അല്ലേ. ദൈവത്തിനറിയാം ഈ പണം എന്ന് പറയുന്നത് മനുഷ്യനെ തകർത്ത് കളയുമെന്ന് ദൈവത്തിനറിയാം. നമ്മൾക്ക് ജീവിക്കുവാൻ പണം ആവശ്യമാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ പണത്തിനോടുള്ള മോഹം, പണത്തിനോടുള്ള അധികമായ പണസമ്പാദനം, ഇതൊക്കെ എന്താകും? ദൈവത്തിൻ്റെ ഒരു പർപ്പസിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയും. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ നിന്ന്, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന്, നമ്മളുടെ നിത്യത്തിലേക്കുള്ള യാത്രയിൽ നിന്നൊക്കെ അത് നമ്മളെ എന്താ പറയുക, തകർത്ത് കളയും എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് എന്ത്? ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കത്തില്ല എന്നും ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്തിങ്ങനെ അല്ലേ ധനത്തിൻ്റെ മോഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ പൗലോസിൻ്റെ ലേഖനം ഇന്നലെ നമ്മൾ സംസാരിച്ചു, അതിനകത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ധനമോഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ധനമോഹം എന്താണ്? എപ്പോഴും അത് ധനവും ആത്മീയതയും കൂടെ ഒന്നിച്ചു പോകത്തില്ല. അത് നമ്മൾക്ക് വേണം, ആവശ്യത്തിന് നമ്മൾക്ക് വേണം. എന്നാൽ നമ്മളുടെ നോട്ടവും എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ സമയങ്ങളെല്ലാം നമ്മൾ ഈ ധനത്തിൻ്റെ പുറകെയാണ് എങ്കിൽ എന്താണ്? ആത്മീയം വേറെ വഴിക്ക് നീങ്ങും, ധനത്തിനോടുള്ള മോഹം വേറെ വഴിക്ക് നീങ്ങും. ഇത് രണ്ടും ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടത് ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് പല സഭകളിലും നടക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ എന്താണ് കാരണം? നമ്മൾക്കറിയാം, ഒന്നുമില്ലാത്ത കൊച്ചു സഭകളിലൊന്നും ഈ എന്താ പറയുക, അധികാരത്തിന് വേണ്ടി അടിയും പിടിവലിയും ഒന്നും നടക്കുന്നില്ലല്ലേ. ഇന്ന് പണമുള്ള സഭകളിലാണ്, അല്ലെങ്കിൽ സ്തോത്രകാഴ്ചയും ഒക്കെ ഉള്ള സഭകളിലാണ് അടിപിടിയും എന്താ പറയുക, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലിയും ഒക്കെ നടക്കുന്നതല്ലേ. എനിക്കറിയാം ഒരു മനുഷ്യൻ, ഒരു പാസ്റ്ററിനെ എനിക്കറിയാം, 14 പേരെയും കൊണ്ട് ഒരു മനുഷ്യൻ ഒരു സഭ തുടങ്ങിയതാണ്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന് 600-700 പേര് എന്താ പറയുക അതിനകത്ത് വന്ന് ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ സഭ അതിനകത്ത് വന്ന് ആരാധിക്കുന്നുണ്ട്. അത്രയും ജനത്തെ ആ സഭയ്ക്കകത്തോട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മനുഷ്യനിലൂടെ ദൈവം ചെയ്തു. ഇന്ന് അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം കൂടെ നടത്തിയവരൊക്കെ പലരും ഇന്ന് യൂദാസാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയുമുള്ള പിടിവലികളും അതും ഇതൊക്കെ ഇന്ന് ആ സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം അത് ഞാൻ 9 മാസം, എനിക്ക് തോന്നുന്നു 8-9 മാസമായി ഞാനത് ഹൈഡ് ചെയ്ത് പലപ്പോഴും അവർക്ക് അതിനുള്ളൊരു വാണിംഗ് ഞാൻ കൊടുത്തു ഡയറക്റ്റും ഞാൻ സംസാരിച്ചു ഒക്കെ ഞാൻ ആ വിഷയം ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ശ്രമിച്ചു. കാരണം എനിക്ക് ആ മരണപ്പെട്ടു പോയ ദേവദാസൻ എനിക്കൊരു സ്വന്തം പിതാവിനെ പോലെയായിരുന്നു. അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്യുവാനായിട്ട് ഒത്തിരി ശ്രമിച്ചു. പക്ഷേ അതെവിടെയും എത്തുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു തുറന്ന പറച്ചിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് നാളെ ഞാൻ പേര് സഹിതം സകല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. മറക്കണ്ട, 6 മണിക്ക് ഒന്നുകിൽ ഞാൻ ലൈവിൽ വരും. ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ 6 മണിക്ക് ഒന്നുകിൽ ഞാൻ ലൈവിൽ വരും, ഇല്ല എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.